NSS ജനറൽ സെക്രട്ടറിക്കെതിരെ വീണ്ടും അതിരൂക്ഷ വിമർശനവുമായി നടൻ അനൂപ് ചന്ദ്രൻ. NSS എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനറൽ സെക്രട്ടറി മാത്രമാണല്ലോ. വേറെ ഏതെങ്കിലും ഒരു NSS പ്രതിനിധിയുടെയോ പ്രതിനിധി സഭയിലെ ഒരാളുടെ പേരോ പൊതുസമൂഹത്തിൽ ആർക്കെങ്കിലും അറിയാവോ? ആർക്കും അറിയില്ല. എല്ലാം അയാൾ, എല്ലാം ഒരാൾ, എല്ലാം ഞാൻ. അനൂപിനെതിരെ പ്രതികരണവുമായി സ്ഥലം മാറ്റപ്പെട്ട സഹോദര ഭാര്യ. അനൂപ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്നു. ഞങ്ങളെ മാനസികമായി വേദനിപ്പിക്കാൻ ഈ ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യം ട്രാൻസ്ഫർ ആയി എന്നറിഞ്ഞപ്പോൾ വീണ്ടും പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ മാനസികമായി തകർക്കാൻ വേണ്ടി അനൂപ് ചെയ്യുന്നതാണ്. അനൂപുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സഹോദരൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മുടെ ശ്രദ്ധയിൽ ഞാനത് നോക്കാറ് പോലും ഇല്ല. വളരെ സങ്കടമുണ്ട്. നമ്മളെയൊക്കെ ഇതിനകത്ത് ജോലി കിട്ടി, നമ്മൾ NSSന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അവർ തന്നൊരു ജോലിയാണ് വൈഫിന്. ഞാനും ടീച്ചറാണ്. അപ്പോൾ അതിന് 100% വിധേയത്വം നമ്മുടെ NSS നേതൃത്വത്തോടും എല്ലാവരോടും ഉണ്ട്. NSS ആസ്ഥാനത്തേക്ക് ജാഥ നടത്താൻ നായർ സംരക്ഷണ സമിതി. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവിയെ ചൊല്ലി കോൺഗ്രസിൽ പുതിയ തർക്കം. ദീപ്തി മേരി വർഗീസിനായി KC പക്ഷം. ഐഷ പോറ്റിയെ അധ്യക്ഷയാക്കാൻ VD സതീശൻ. അർജുൻ ആയങ്കിയെ വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. നിർണായക തെളിവായ മൊബൈൽ ഫോൺ കണ്ടെത്തി. കോതമംഗലം CIയെ ഭീഷണിപ്പെടുത്തിയതിൽ അർജുനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിലേക്ക്. MDMA കേസിലെ പ്രതികൾ VD സതീശനൊപ്പം നിൽക്കുന്ന കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നത് കോഴിക്കോട് നടന്ന ഇഫ്താർ സംഗമത്തിലേത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ലഹരി വ്യാപനമെന്ന ആരോപണവുമായി ഇടതു കേന്ദ്രങ്ങൾ. ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് DYFI. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ കുടഞ്ഞ് ഹൈക്കോടതി. കുറ്റപത്രം നൽകിയ കേസുകളുടെ FIR നമ്പർ നൽകാത്തതെന്തെന്ന് ചോദ്യം. ഏതു കേസിൽ എവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറ്റപത്രം ഫയൽ ചെയ്തുവെന്നും ചോദ്യം. ഒരു കേസിലും കുറ്റപത്രം നൽകിയിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മറുപടി. എല്ലാ വിശദാംശങ്ങളും കൃത്യമായി എഴുതി നൽകാൻ കോടതിയുടെ നിർദ്ദേശം. പ്രതിപക്ഷ ഉപനേതൃ പദവിയിൽ അയഞ്ഞ CPI ആവശ്യം അംഗീകരിക്കാതെ മുന്നണി യോഗത്തിനില്ലെന്ന നിലപാട് മാറ്റി. മുന്നണി യോഗത്തിൽ പങ്കെടുക്കും, നിയമസഭാ കക്ഷി യോഗത്തിനില്ലെന്ന് പുതിയ നിലപാട്. യോഗത്തിൽ പങ്കെടുത്താലും ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ബിനോയ് വിശ്വം. CPI ആവശ്യത്തിൽ ചർച്ച തുടരുമെന്ന് MV ഗോവിന്ദൻ. ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലും നടത്തിപ്പിലുമാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഇറാൻ. ഇസ്ലാമിക് വിപ്ലവത്തിന്റെ ശക്തി അമേരിക്കക്കാർ കണ്ടു എന്നും അവകാശവാദം. പ്രഖ്യാപനം ജലപാതയുടെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കയാണെന്ന് ട്രംപ് അവകാശപ്പെട്ട് ഒരു ദിവസത്തിനു ശേഷം. ഇറാനെ പേടിച്ച് ട്രംപ് അതീവ രഹസ്യമായി വിമാനം മാറിക്കയറിയിട്ടും മന്ത്രിസഭയിലെ പ്രമുഖർ യാത്ര തുടർന്നുവെന്ന് റിപ്പോർട്ട്. ഇറാന്റെ ചാരക്കണ്ണുകൾക്ക് സംശയത്തിന് ഇടകൊടുക്കാതിരിക്കാനും ബലിയാടാക്കിയത് വിദേശകാര്യ സെക്രട്ടറിയെയും ട്രഷറി സെക്രട്ടറിയെയും. ഇറാനെ പറ്റിക്കാനുള്ള വിമാനത്തിൽ അപകടകരമായ യാത്ര നടത്തി റൂബിയോയും ബസന്റും.